108 പ്രാവശ്യം വെറും ഒരു നമ്പർ അല്ല ഇത്. ഒരാൾക്ക് ഒരു ജന്മത്തിൻ്റെ കർമ്മം മാറ്റാൻ പറ്റിയ കോഡാണ് 108. സയൻസും ശാസ്ത്രവും ഇന്ന് ഒരേ കാര്യം പറയുന്നു. ആദ്യം ശാസ്ത്രം നോക്കാം. ഭാരതത്തിൽ 108 ദിവ്യക്ഷേത്രങ്ങളുണ്ട്. വിഷ്ണുവിൻ്റെ 108 പേരുകളുണ്ട്. ഓരോ പേരും ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ ഒരു മാല പൂർത്തിയായി. അതുകൊണ്ടാണ് ജപമാലയിൽ 108 മണികൾ വെച്ചിരിക്കുന്നത്. 109-ാം മണി ഇല്ല. കാരണം 108-ൽ സർക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ഇനി നമുക്ക് സയൻസ് നോക്കാം. നമ്മുടെ ശരീരത്തിൽ 108 പ്രധാന മർമ്മ പോയിൻ്റുകളുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം സൂര്യൻ്റെ വ്യാസത്തിൻ്റെ 108 മടങ്ങാണ്. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരവും അതുതന്നെ. അതായത് 108 എന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ റേഷ്യോ ആണ്. നമ്മൾ 108 പ്രാവശ്യം ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചവുമായി സിങ്ക് ആകുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. രാവിലെ എഴുന്നേറ്റ് കിഴക്ക് ദിക്ക് നോക്കി ഇരിക്കുക. കുളിച്ചിട്ടാണെങ്കിൽ നന്നായിരിക്കും. പലർക്കും രാവിലെ എഴുന്നേൽക്കുന്നതും കുളിക്കുന്നതുമൊക്കെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുകൾ തൽക്കാലം മാറ്റിവെക്കുക. ഓം നമോ നാരായണായ ജപമാലയെടുത്ത് 108 പ്രാവശ്യം എണ്ണിച്ചൊല്ലുക. ഉറക്കെ വേണ്ട, മനസ്സിൽ മതി. ഒരു ദിവസം 108 പ്രാവശ്യം. ഇത് 21 ദിവസം നിർത്താതെ ചെയ്യുക. ഫലം ആഗ്രഹിക്കരുത്. ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൂടും എന്നാണ് പ്രമാണം. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1-ാം ആഴ്ച ശരീരത്തിൽ മാറ്റം വരും. ഉറക്കം ഉണ്ടാകും. പേടി കുറയും. 2-ാമത്തെ ആഴ്ച മനസ്സിൽ മാറ്റം. ദേഷ്യം പോകും. തീരുമാനമെടുക്കാൻ പറ്റും. 3-ാമത്തെ ആഴ്ച ആത്മാവിൽ മാറ്റം. ഒരു ശൂന്യതയും അതോടൊപ്പം ഒരു സന്തോഷവും. ഭഗവാൻ അടുത്തുണ്ട് എന്ന് തോന്നും. 108ൻ്റെ കൂട്ട് എടുത്താൽ 1 കൂട്ടി 0 കൂട്ടി 8 കൂട്ടി കിട്ടുന്നത് 9 ആണ്. 9 എന്നത് പൂർത്തിയുടെ നമ്പർ ആണ്. നവഗ്രഹം, നവരാത്രി എല്ലാം 9. അതായത് 108 പ്രാവശ്യം ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതം പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു. ഇന്നു മുതൽ 21 ദിവസം കമൻറ്റിൽ 108 സ്റ്റാർട്ടഡ് എന്ന് എഴുതുക. 21-ാം ദിവസം തിരിച്ചു വന്ന് അനുഭവങ്ങൾ പറയണം. ഞാൻ കാത്തിരിക്കും. ഓം നമോ നാരായണായ. 108 ദിവ്യദേശ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ആർക്കെല്ലാം അറിയാം? ആരെല്ലാം ഇവിടെ പോയിട്ടുണ്ട്? പോയവരെല്ലാം ഭാഗ്യവാന്മാർ, പോകാത്തവർ നിർഭാഗ്യവാന്മാരല്ല. എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നത് ഈ 108 ദിവ്യദേശ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. കാത്തിരിക്കുക.